ചെയ്യാനും കാണിക്കാനുമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ കൂടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ചെറുക്കൻ കൊച്ച് ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് കണ്ണൊക്കെ തുറന്ന് യാതൊരുവിധ എന്താ പറയുന്നത് ട്യൂബുകളോ ആ വെന്റിലേറ്റർ അങ്ങനെയുള്ള അതിൽ നിന്ന് മാറ്റി സാധാരണ ഒരു ഇതിൽ കിടക്കുന്ന ഒരു കൊച്ച് ഓക്സിജൻ ഹുഡിൽ കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ ആരുടെ ഒരു കൊച്ചാണ്, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതൊക്കെ മനസ്സ് ഞാനോർത്തു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ക്രിസ്റ്റി നോക്കിക്കേ കൊച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെൻ്റെ കൊച്ചാണെന്ന്. ഡോക്ടർ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു സാർ എന്നാ ഇങ്ങനെ പറയുന്നത്, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഞാനിങ്ങനെ ഒന്നും അറിയാത്ത പോലെ മരവിച്ച പോലെ അവിടെ നിന്നു. അപ്പം എന്നോട് സാറ് പറഞ്ഞു, രാവിലെ ആയ സമയത്ത് കൊച്ചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നോർമലാണ്, യാതൊരുവിധ പ്രശ്നങ്ങളും കൊച്ചിനില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കൊച്ചിനെ എടുക്കാം, റൂമിലേക്ക് മാറ്റുവാണ് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഓക്സിജൻ ഹുഡിലേക്ക് മാറ്റിയത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സമയം എന്നെ മാത്രമാണ് വിളിച്ചത്. ആ സമയത്ത് എന്നാ പറയുന്നത്, നമ്മളിത് കാണുന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ, എവിടെയാണ് നിൽക്കുന്നത് ഒന്നും മനസ്സിലാകാത്ത ഒരു മരവിച്ച ഒരു അവസ്ഥയിൽ ഞാൻ നിന്നുപോയി. ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി പോരെ, കൊച്ചിനെ റൂമിലേക്ക് മാറ്റുവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ കൈകളിലേക്ക് തന്നു. 2 ആഴ്ചയായി ആദ്യമായിട്ടാണ് കൊച്ചിനെ വീട്ടുമാമോദിസ കൊടുക്കുമ്പോഴാണ് കൊച്ചിനെ ഒന്ന് തൊടുന്നത്. കൊച്ചിനെ ആദ്യമായിട്ട് എടുക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പം നമുക്കറിയാം ഒരു അമ്മ എന്ന നിലയിൽ എത്രത്തോളം ഇതുണ്ട് ആ ഒരു സമയം. നമ്മൾ അത്രത്തോളം മാതാവിനെ വിളിച്ച് കരഞ്ഞാണ് ആ നിമിഷം. അപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ ഈ ഉടമ്പടി കാശുരൂപം കയ്യിലുണ്ട്. അങ്ങനെ കൊച്ചിനെ കൊണ്ട് ഒരാഴ്ച ഞങ്ങൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞു. അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ കൊച്ചിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല.